ഹലോ ഗേസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിപ്പോൾ നമ്മൾ വീഡിയോയിൽ എന്ന് വെച്ചാൽ ഇത് എൻ്റെ അമ്മേൻ്റെ തറവാട് കേട്ടോ. ഈ വീടിന് ഇനി 3 ദിവസമേ ആയുസുള്ളൂ. ഈ വീടിൻ്റെ ഒരു വീഡിയോ ചെയ്യാനാണ് ഇപ്പോൾ വന്നത്. ഇത് നമ്മളെ അമ്മേൻ്റെ വീടാണ്. 50 കൊല്ലം 55 കൊല്ലത്തെ പഴക്കമുണ്ട്. ഈ വീട്ടിലിപ്പോൾ നിൽക്കണതിൻ്റെ ജ്യേഷ്ഠനാണ്. ഈ വീടും ഏകദേശം ഒരു 10-25 സെൻറ്റ് സ്ഥലം ഒന്നായിട്ട് മൊത്തം എൻ്റെ ജ്യേഷ്ഠനടുത്താണ്. ഇതിലിപ്പോൾ താമസിക്കാൻ തുടങ്ങിയിട്ട് 2-3-4 കൊല്ലമായി. ഏതായാലും വീടിന് ചെറിയൊരു പൈസ പാസ്സായിന്. അപ്പം വീടുണ്ടാക്കാനുള്ള ഇവിടെ പൊളിച്ച് വീടുണ്ടാക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ ഈ വീട്ടിൽ ഏകദേശം 4-7 കുട്ടികളും അടങ്ങിയ ഒരു കുടുംബേനി. എല്ലാവരും ഇവിടുന്ന് പോയി. ഇവിടുത്തെ ചെറിയ മോൻ്റെ വീടാണ് ഈ വീട്. കണ്ടില്ലേ, ചെറിയ മോൻ്റെ വീട്. ഒരു ഭാഗത്തിൽ മോൻ അവിടെ കിട്ടി, അവിടെ വീടെടുത്ത്. ഇത് പിന്നെ 4 പെങ്ങന്മാരെ ഓരിയാണ്. എൻ്റെ അമ്മ അടക്കം 4 പെങ്ങന്മാർ. ആ ഓരിയിൽ എൻ്റെ ജ്യേഷ്ഠൻ എടുത്ത വീടാണ്. ഒരു മോന് പൈസ എടുത്ത് വാങ്ങിയതാണ്. അപ്പോൾ ഈ വീടിനെ കുറിച്ചാട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ. കണ്ടാണ് ഈ വീട് 2-3 ദിവസം കൊണ്ടുള്ള ഈ വീടിനെ ഈ സ്ഥലം ഒന്നും നമുക്ക് കാണണം. അപ്പോൾ വീഡിയോ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഉണ്ടാവുമല്ലോ. അപ്പോൾ വിചാരിച്ചിട്ടാണ് വീഡിയോ ചെയ്യണം കേട്ടോ. അപ്പം ഇഷ്ടമുള്ളതൊക്കെ ലൈക്ക് ചെയ്യുക. ഓക്കെ. അപ്പോൾ ഈ കുറേ കവുങ്ങില്ലേ, ഈ നേരെ കവുങ്ങ് അത് അവിടെയാണ് ഇതിൻ്റെ അതിര്. അവിടെ നിന്ന് ഇങ്ങനെ താത്തിട്ട് 1.5 മീറ്ററോളം ഇങ്ങനെ താവും. പിന്നെ ഈ വീടിൻ്റെ 50 കൊല്ലമായില്ല. അപ്പോൾ അതിൻ്റെ രീതിയിൽ ബുദ്ധിമുട്ടൊക്കെ കണ്ടോ. ഇവിടുത്തെ മാതാ എൻ്റെ പിതാവ് മരിച്ചിട്ട് ഇപ്പോൾ ഒരു 10 കൊല്ലം ഒക്കെ ആയി. വായിച്ചിങ്ങുണ്ട് ഞങ്ങൾക്ക് മരിച്ചു. ഇവിടെ കള്ളെന്ന കാലത്ത് നല്ല രസമായി. അന്നത്തെ ഇന്നിപ്പോൾ എല്ലാവരും ടൈൽസും മാർബിളായിട്ടൊക്കെ ഇടണം. അന്നിട്ട പിന്നെ കൊലായിട്ടത് സിറ്റ് ഔട്ട് കണ്ടങ്ങൾ എന്തൊരു മട്ടരെ കാണാം. ഈ ഒരു രസം ഇപ്പോഴത്തെ വീട്ടിലൊന്നും ഉണ്ടാവില്ല. കണ്ടങ്ങൾ കാവ്യാണിത്, നല്ല രസം. ഇതിനെ മുകൾ ഭാഗം ഉണ്ടല്ലേ, മുകൾ ഭാഗം നല്ല കാടുകളാണ്. ഇവിടെ ഈ ഭാഗത്തൊന്നും വീടില്ല കേട്ടോ. ഇവിടെയാണ് അവിടെ എങ്ങനെ ആയിട്ടാണ് ജലാലയ സ്കൂൾ കാണില്ല, പൊന്ത കണ്ടിക്കൊണ്ട്. ഇതിന് മുകളിൽ ചാലിയാർ ഓഡിറ്റോറിയം ഉണ്ട്. അങ്ങനത്തെ ഒരുപാട് സംഭവങ്ങളുണ്ട്. ഇവിടെയൊക്കെ കാടുകളാണ്. പിന്നുണ്ട് ഇതൊക്കെ കാടറിഞ്ഞ് മായൊക്കെ കഴിഞ്ഞാലോ നല്ല കാടറിഞ്ഞ് ഇതായി. അപ്പം നമുക്ക് ഈ വീടിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് കയറി നോക്കാം. ചുറ്റുപാടൊന്ന് കണ്ടു. ഇതാണ് പിന്നെ പഴയ വഴി, നമ്മളെ പഴയ വഴി. ഇപ്പോൾ ഈ വഴി ഇപ്പം ഇല്ല, ഒക്കെ കാട് കൂടി നിറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഈ വീടിൻ്റെ വഴി ചെയ്ത്. അത് ചെറിയ മകൻ്റെ വീടാണ്, ചെറിയ അമ്മോൻ എന്ന് പറയും. ഇതാ ഞങ്ങൾ കാട് ഇറങ്ങി നിൽക്കുകയാണ് അല്ലേ. നമുക്ക് നേരെ മുന്നോട്ട് പോവാം. അപ്പം ഇനി നേരെ ഇങ്ങോട്ട് വരാം. കിണർ ഭാഗത്ത് ഈ വീടിൻ്റെ ഇതൊക്കെ പൊളിഞ്ഞ് നാശാന് ചുമരൊക്കെ ഇനി എന്താണ് ചെതറിടിച്ചിട്ടുണ്ട്. ഞങ്ങൾ പട്ടിയൊക്കെ ചെതറിടിച്ച് ആകെ കുസിയായി. ഇനിയിപ്പോൾ അതേപോലെ നമ്മളെ കോഴിക്കോട് ഇതൊക്കെ ഇപ്പോൾ പുതിയ വന്നാണ്. ഇതാണ് ഈ വീടിൻ്റെ ഇപ്പോഴത്തെ റോഡ്. ഈ വീട്ടിൽ തറവാട്ട് ഇതാദ്യം ഇല്ല. ഇപ്പം നമ്മൾ ഒരു ഭാഗം കഴിഞ്ഞപ്പം റോഡായി ഇങ്ങോട്ട്. ഈ വീട്ടിലേക്കുള്ള റോഡാണിത്. ഇതിൻ്റെ ഈ മുറ്റം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വേറെ സംഭവമുണ്ട്. ഇവിടുന്ന് ഇങ്ങോട്ടുള്ള മുറ്റമില്ല കേട്ടോ. ഈ മുറ്റമില്ല, ഈ തിണ്ടില്ല. ഇതാണ് ഈ വീടിൻ്റെ ഇത്. ഒരു ഭാഗത്തിൽ ഈ തിണ്ടാണ് അതിര്. ഈ മുറ്റം വേറൊരു അമ്മോൻ്റെയാണ്. ഇങ്ങനെ പോയിട്ട് മുറ്റമൊന്നുമില്ല. ഇവിടുന്ന് ഇങ്ങോട്ടുള്ള മുറ്റം മാത്രമേ ഉള്ളൂ കേട്ടോ. ഇനി നമുക്ക് ഓരോ സംഭവങ്ങൾ കാണിച്ചു തരാം. ഇതാണ് റോഡ്. അങ്ങനെ ഞങ്ങൾ ഇത് മതിൽ, ഇത് പഴയ കുളിമുറിൻ്റെ മതിലാട്ടോ. അതായത് ഇവിടുന്ന് ഈ മതിലെന്ന് വെച്ചാൽ ഒരു മറ കഴിഞ്ഞ് കുളിച്ചാനൊക്കെ പോകുമ്പോൾ ഒരു മറ കഴിഞ്ഞ്. അപ്പോൾ ഈ മറ ഇതിൽ പോകും. ഓക്കെ. ഞാനത് ഇതിനുള്ളിൽ കയറി വെക്കാം. ഇതിനുള്ളിൽ കയറി കഴിഞ്ഞാൽ അതാണ് ഇത് പഴയ കുളിമുറിനാണ്. ഇതുപോലെ ഇപ്പം പിന്നെ അപ്ഡേറ്റ് ചെയ്തതാണ്. പിന്നെ ഇതിനുള്ളിലൊക്കെ ബാത്റൂമൊക്കെ ഉണ്ട്. ഇപ്പോൾ ഒരു പുതിയ സെറ്റ് ചെയ്താണ്. ഇത് പുതിയതാണ്. പക്ഷേ ഈ കുളിമുറി ഈ സ്ലാബ് പഴയതാണ്. ഇതാണ് ചുമര്. പിന്നെ ഇതൊക്കെ ഇതിൽ പോകും. ഇതൊക്കെ എന്താണെന്ന് വെച്ചാൽ പിന്നെ ഇത് ഇളകൂട്ടോ. കണ്ടങ്ങൾ കാണണ്ടോ അറിയില്ല. കണ്ടോളി കണ്ടങ്ങൾ ഈ ചുമര് ഇളക്കിയാൽ ഇളകും. അതെ, അത്രക്കും പഴക്കമുണ്ടെന്നാണ് പറഞ്ഞുകൊണ്ട് വരുന്നത്. പിന്നെ ഇവിടെ ഒരു കിണറുണ്ട്. കിണർ എത്ര കൊല്ലം പഴക്കമുണ്ടെന്ന് അറിയില്ല. ഏതായാലും ഒരു 70-80 കൊല്ലമൊക്കെ ഉണ്ടോ. വെള്ളം കല്ലുകൊണ്ട് കിട്ടണ്ടേ, ഇരുട്ടാണ്ട് കാണുന്നില്ല. കണ്ടങ്ങൾ നല്ല വെള്ളം, കുടിവെള്ളം കേട്ടോ. 2 വീട്ടുകാർ ഈ വീട്ടിൽ നിന്ന് ഈ കിണറിൽ നിന്ന് വെള്ളം കൊണ്ടുപോകുന്നുണ്ട്. ഇതാണ് ഇതൊക്കെ ഉണ്ടെങ്കിൽ ഈ ആദ്യ കോലൊന്നും ഇപ്പോൾ എവിടെയും കാണില്ല. ഈ പഴയ പിന്നെ വർക്ക് ഏരിയ, ഈ വീടിൻ്റെ 50 കൊല്ലം 55 കൊല്ലമുള്ള ഈ വീടിൻ്റെ പഴയ വർക്ക് ഏരിയ ഒന്ന് കാണിച്ചു തരാം. ഇതാ കണ്ടങ്ങൾ ഇതിപ്പോൾ വർക്കിംഗ് ഇല്ലല്ലോ. ഇല്ല, ഇതാണ് വർക്ക് ഏരിയ. ഇവിടുത്തെ അടുപ്പൊക്കെ ഒരു പൊളിച്ച് ഒഴിവാക്കി ഒക്കെ പോയി. ഇനിയിപ്പോൾ ഇവിടെ വിറകേരിയായി മാറിനെ. ഏതായാലും ഇപ്പോൾ വേണ്ട ചുമരൊക്കെ പൊട്ടിയാണ് ഞങ്ങൾ. ഏതായാലും ഇപ്പോൾ സംഭവത്തിൽ പിന്നെ ഇതൊന്നും ഇപ്പോൾ 3 ദിവസം ആയുസുള്ള വീടിന് ഒക്കെ പോവും. ബേജാറാണില്ല.
പിന്നെ ഇപ്പം ഇങ്ങനെ പോയി കഴിക്കാൻ ഇതാ ഇത് പുതിയതാട്ടോ വാഷിംഗ് മെഷീൻ. ഇതിപ്പോൾ ഇവിടെ പുതിയ പരക്കാരൊന്നിന് പോലും വെച്ചതാ. അടുത്തത് പിന്നെ ഇത് കഴിഞ്ഞിട്ടോ ഇനി അടുത്ത് നമ്മൾ അടുക്കളയിൽ കയറുകയാണ്. ഇത് വർക്കേരിയ പഴയ വർക്കേരിയ. ഇനി പിന്നെ അടുക്കള ഭാഗത്ത് കയറി കഴിഞ്ഞാൽ ഞങ്ങൾ ഇതാ പിടിച്ച് വെക്കണം. ഇത് ഇവിടെ പിന്നെ സ്റ്റോർ റൂമേ, പഴയ സ്റ്റോർ റൂം. അല്ല ഒരു കൊല വായക്കൊല തൂങ്ങിയെടുക്കണ്ടേ, നമുക്ക് വേണ്ട. പിന്നെ നമുക്ക് പച്ചക്കറി എല്ലാം ഉണ്ട്, വേറെ സാധനങ്ങളുണ്ട് കേട്ടോ ഈ പെരക്കാരെ. അതെ ഇനി അടുത്തത് പിന്നെ അടുക്കള. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് പിന്നെ സങ്കടം ഉണ്ടാവും, അത് നോക്കിയിട്ട് കാര്യമില്ല. നിങ്ങളുടെ ചുമര് വെറൈറ്റി ആട്ടോ, ബ്ലാക്ക് കളറാണ്. അന്നുള്ള ആ കളറ് തന്നെ എപ്പോഴും ഉള്ളത്. എന്താ മറ്റേ മൺചട്ടിയിൽ ചോറുണ്ടാക്കുക, പഴയ കാലത്തെ ഇതാണ്. പിന്നെ ഈ സ്ലാബൊക്കെ പഴയ കാലത്തിന് വേണ്ടിയില്ലേ, ഒക്കെ പഴയതാണ്. കേട്ടില്ല, ഇതാണ് നമ്മളെ അടുക്കള ഭാഗം. ഇനി അടുത്തത് ഇങ്ങനെ കയറി കഴിഞ്ഞാൽ ഇതാണ് പിന്നെ റൂമിൽ പോണ വാതിൽ. ഇതിനുള്ളിൽ ഇങ്ങനെ കയറി കഴിഞ്ഞാൽ ഇതാണ് ബാത്റൂം. ഇത് ഞാൻ തുറന്ന് കാണിച്ചു തരില്ല, പഴയ ബാത്റൂമാണ്. ഇത് കുറച്ച് ഇതിന് ഏകദേശം ഒരു 20 കൊല്ലം ഉണ്ടാവില്ലേ. ഈ ബാത്റൂം വായിച്ച് പിന്നെ കുറച്ച് പ്രായത്തിൻ്റെ ശേഷം സുഖമില്ലാതെ ഉണ്ടാക്കിയ ബാത്റൂമാണ്. അത് പിന്നെ കാണിച്ചു തരില്ല. ഇതാണ് സംഭവത്തിൽ ഇതിന് ഉൾഭാഗം ഉണ്ടെങ്കിൽ ഇത് ഇനി കാണാൻ കഴിയില്ല. ആകെ 2 ദിവസത്തെ ബാക്കി ഇതുണ്ടാവുള്ളൂ. ഈ വീഡിയോ അവിടെ വേണം, അതുകൊണ്ടാണ് ഈ വീഡിയോ എടുക്കണത്. പിന്നെ ഇതാണ് ഒരു റൂമിൻ്റെ കാലം. ഇതൊക്കെ ഒരുപാട് വർഷമൊക്കെ ഉണ്ട്, 10-35 കൊല്ലം വായക്കുണ്ട് കേട്ടോ സംഭവത്തിൽ. പിന്നെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അടുത്ത റൂം. ഇതിനുള്ളിൽ 2 ആൾക്കാരുണ്ട് കേട്ടോ, പാവങ്ങളായ 2 ആൾക്കാർ പനിച്ചെടുക്കുകയാണ്. ഇതാണ് റൂം. ഇതിലുള്ള ഒരു ചെറിയൊരു കുട്ടീനെ കാണിച്ചു തരാം. കുട്ടിയെ ഇല്ല അല്ല, ആ കുട്ടി നോക്കി നമ്മളെ കണ്ടപ്പോൾ കുട്ടി നോക്കി. അടുത്തത് ഇതാ. ഇത് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇതാണ്, ഇവിടെയാണ് ഇവിടെ TV കിടന്നുറങ്ങുന്ന സ്ഥലമാണിത്. പിന്നെ ഇതാണ് നമ്മളെ വായിച്ചിൻ്റെ റൂം. ഇവിടെ ഇപ്പോൾ ഒന്നുമില്ലല്ലോ, ആരും കിടക്കണമെന്നില്ലല്ലോ. ഇതിപ്പം പിന്നെ ഡൈനിങ് ഹാളാണ്. ഇവിടെ ലൈറ്റ് ഇല്ല. വായിച്ച് കടന്നിയ സ്ഥലം കേട്ടത് ഉണ്ടല്ലേ, വായിച്ച് കടന്നിയ സ്ഥലം. വായിച്ചിൻ്റെ കട്ടിലിൻ്റെ ഉണ്ട് ഇവിടെ ഒക്കെ പോയി. പിന്നെ ഇതാണ് പഴയ കാലത്തെ ഇതെന്താ പറയുക, ഇപ്പോഴത്തെ എന്തെങ്കിലും എന്താ പറയുമല്ലോ, ഷോക്കേസോ. ഇപ്പോൾ ഫാബ്രിക്കേഷൻ ഷോക്കേസാണ്. ഇപ്പം ഇതൊക്കെ വായിച്ചിൻ്റെ കാലത്തുള്ള ഇതിനുള്ള ഈ സംഭവങ്ങൾ അവിടെ കണ്ടോ. പഴയ കാലത്തിലൊക്കെ അറിയാൻ കഴിയും ഉണ്ടല്ലേ. ഇതിനുള്ളിലൊക്കെ പൈസക്കറി പാമ്പുണ്ടോ അറിയില്ല. ഉണ്ടാക്കണേ ഇവിടെയാണ് നമ്മുടെ വായിച്ച് മുസാബും കാര്യങ്ങളൊക്കെ. ഇതെന്താ സംഭവം? ഇത് എതിർപോക്ക് എന്താണെന്ന് അറിയില്ല. എതിർപോക്ക് നമ്മളൊക്കെ ഇപ്പോൾ ജനിച്ച ആൾക്കാരാണ്, ജനിച്ച് കഴിഞ്ഞ ആൾക്കാരാണ് ഇതൊക്കെ അറിഞ്ഞു തരുന്നത്. ഇത് എതിർപോക്ക്, അതിനുള്ളൊരു എതിർപോക്ക് ഉണ്ടോണ്ട് കല്ല് എന്തോ ഉണ്ട് ഇതിനുള്ളിൽ. ഉണ്ടെങ്കിൽ എന്താ സംഭവത്തിൽ ഇത് എന്തോ ഒരു സംഭവം ഇത് കാണാണ്. ഒരാൾ നിൽക്കണ കോലല്ലേ. ഏതായാലും ഇതാണ് സംഭവത്തിൽ വായിച്ചിൻ്റെ റൂം. പിന്നെ ഇതെടുത്താ ഇത് ഇങ്ങനത്തെ പിന്നെ വാതിൻ്റെ ഇതിനെന്താ ഓടാമ്പിര കടി ഉണ്ടാവില്ല. ഇതിങ്ങനെ തുറന്നു കഴിഞ്ഞാൽ ഇതിങ്ങനെ തുറന്നു കഴിഞ്ഞാൽ നമ്മൾ വന്ന സ്ഥലത്തെത്തി. എവിടെ തുറക്കുന്നു? നമ്മൾ വന്ന സ്ഥലത്തെത്തി. ഞങ്ങൾ പിന്നെ എന്താ സിറ്റ് ഔട്ട് നമ്മൾ വന്ന സ്ഥലമായി. ഇതാണ് നമ്മളെ വീടിൻ്റെ വീഡിയോ. ഈ വീഡിയോ അവിടെ ഉണ്ടാവും. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇത്രേ ഉള്ളൂ വീഡിയോൻ്റെ വീഡിയോ കേട്ടോ. ഇത് ഒരുപാട് രസമൊക്കെ കാണാൻ വീഡിയോ. ഇഷ്ടപ്പെട്ടിട്ടൊക്കെ ലൈക്ക് ചെയ്തോളി. ഇതെന്താ കാര്യം പറയുകയാണ്. ഇത് കണ്ട ഈ നമ്മൾ കുപ്പായം കൊളുത്തിരുന്ന ആങ്കറാണിത്. ഇത് മരത്തിൻ്റെതാണ് അല്ലേ. ഇത്ര വർഷമായി വരെ 10-60-50 വർഷത്തോളമായി ഈ സംഭവത്തിന് അല്ലേ. പിന്നെ ഈ ഇങ്ങനത്തെ ജനലൊന്നും ഇപ്പം ഉണ്ടാവില്ല. മരത്തിൻ്റെ കൈയാണിത് കണ്ടില്ലേ, ഒന്നും ആവില്ല. പണ്ടത്തെ സീലിംഗ് ആണിത്. ഈ സീലിംഗ് ഒന്നും ഇപ്പം ഉണ്ടാവും. ഈ സീലിങ്ങിൻ്റെ ഉള്ളിൽ കിടക്കാനാണ് ഇപ്പം നല്ല സുഖം. ഇപ്പോഴത്തെ സീലിംഗ് എന്ന് പറഞ്ഞാൽ അറ്റത്താണ് എന്താ പൊട്ടി തേക്കുക, അങ്ങനത്തെ കുറേ സംഭവങ്ങളാണ് അല്ലേ. ഇതൊക്കെയാണ് ഇതല്ലേ ഇവിടെ ജനൽ, ഇവിടെ ഇതൊന്നും ഇപ്പം ഉണ്ടാവില്ല. അപ്പോൾ അത് ഓക്കെ എന്നാൽ കേട്ടോ. പിന്നെന്ന് പറഞ്ഞാൽ ഇതുണ്ടെങ്കിൽ ജനല് 10-60 കൊല്ലമായി ജനല് കാരണം അക്കച്ചത് മറ്റേ ചങ്ങാമാർ തിന്നിരുത്ത്. ഇനി ഒന്നും ഇല്ല അതിനുള്ളിൽ. ഞാൻ ഒഴിവാക്കല്ല, രക്ഷയില്ല. ഞങ്ങൾ പഴയ കാലത്ത് ഇവിടെയാണ് കടന്നിറങ്ങുന്നത് സോഫ സെറ്റ്. പിന്നെ നമ്മുടെ മെയിൻ സ്വിച്ച്, പഴയ മെയിൻ സ്വിച്ച് ഉണ്ട് 9801 ഇതാണ് ഇതിൻ്റെ നമ്പർ. ഞങ്ങൾ പഴയ കാലത്തെ വയറിങ്. ഇനി ഇതൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇനി നമ്മൾ കാണൂല്ലല്ലോ, അതുകൊണ്ടാണ് ഈ വീഡിയോ എടുത്ത് ഇങ്ങനെ വിടണേ. TV, ഫാൻ, 2 ഫാനൊക്കെ ചൂടായിട്ടാ. ഇനിയിപ്പോ എന്താ ഉള്ളേ, ഒന്നും എടുക്കാല്ലോ. എവിടെ പഴയ കാലത്തെ AC. ഇത് വർക്ക് ചെയ്യും. സീലിംഗ് ഇത് നമ്മളെ ഇതില്ല മറ്റേ കവുങ്ങ് ചീന്തിയാട്ട് ചെയ്യുന്ന സംഭവമായിട്ടത്. കവുങ്ങ് ചീന്തി സീലിംഗ് ചെയ്താണ്. കവുങ്ങാണ് മുമ്പത്തെ ഒരുപാട്
വർഷം പഴക്കമുള്ള സീലിംഗ് കേട്ടോ. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നാലേ ചവിട്ടി നടന്നാലും പൊട്ടാത്ത ഒരു സീലിംഗ് കേട്ടത്. ഭയങ്കര ഉറപ്പാണ് ഈ സംഭവം. വേറെ കാര്യം പറയാനുള്ളത്, ഈ വീടിന് ഇപ്പം ഈ വില്ലൊന്നും പിന്നെ ഇപ്പോഴത്തെ കാലത്ത് കാണൂല. ഇപ്പം പിന്നെ കോഴി ഒഴിച്ചിനും പൂവൻ ഒഴിച്ചിനും പിന്നെ പോത്ത് ഒഴിച്ചിനും ഒക്കെ ഉണ്ടാര്. ഇതുണ്ട് നിങ്ങൾ എന്ന് പറഞ്ഞാൽ അടിക്കണ ബില്ല. ഇത് ഈ ബില്ലൊന്നും പെടുത്ത് ഇതൊക്കെ ഫോട്ടോ എടുത്ത് വെക്കണം. ഇനി എവിടെ കാണൂല നിന്നും. ഇത് അടിക്കുമോ? ഉണ്ട് നിങ്ങൾ ബില്ലടിച്ചിന്. ഈ ജനലൊന്നും കാണൂല ഇനി. ഇതൊന്നും നിങ്ങൾ കണ്ട് മൂക്കത്ത് കയ്യാ കണ്ടിട്ടോ. വൃത്തിയാക്കിയാൽ വൃത്തിയാവൂല. പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. വീട് വൃത്തിയാകുമ്പോഴാണ് നമ്മൾ വൃത്തിയാവുള്ളൂ. കിണർ